ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ, ഫുട്ബോൾ പ്രേമികളൊക്കെ ഇന്നത്തെ മത്സരത്തിനായി ഉറ്റുനോക്കുകയാണ്. കാരണം ലോകകപ്പ് കലാശ പോരാട്ടത്തിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. സൂപ്പർ സെമി പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. രാത്രി 12:30 അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ ആവേശ പോരാട്ടം. 6 പതിറ്റാണ്ടിന് ശേഷം ഫൈനൽ പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട് കളത്തിൽ ഇറങ്ങുന്നതെങ്കിൽ മൂന്നാം ഫൈനലാണ് ലിയോണൽ മെസ്സിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ആഷിഖ് റഹ്മാൻ ഇപ്പോൾ അതിന്റെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊപ്പം ചേരുകയാണ്. ആഷിഖിലേക്കാണ്. ആഷിഖ്, എന്തായാലും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ. കാരണം സ്പെയിനിന് ആരാകും എതിരാളികൾ എന്നുള്ള കാര്യം അറിയാൻ ഇന്ന് രാത്രി 12:30 മത്സരം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഒക്കെ ആണെങ്കിൽ അർജന്റീനയ്ക്ക് വലിയ ആരാധകർ ഉള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കമില്ലാത്ത ഒരു രാത്രി ആയിരിക്കും ഫുട്ബോൾ ആരാധകർക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ മത്സരം തുടങ്ങുന്നതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ പലയിടങ്ങളിലുമൊക്കെ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ഈ മത്സരത്തിന്റെ പ്രതീക്ഷകളൊക്കെ ഏത് രീതിയിലാണ് ആഷിഖ്? സ്വാതി, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീമാണ് അർജന്റീന എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രധാനം ഒരുപക്ഷെ മെസ്സിയുടെ ഒരു സാന്നിധ്യം തന്നെയായിരിക്കും. അങ്ങനെയുള്ള അർജന്റീന ഇന്നിറങ്ങുന്നു. ആരാധകരെല്ലാം ആവശ്യത്തിലാണ്. കാരണം അർജന്റീന തുടർച്ചയായി 2ാം ലോകകപ്പിലും സെമി ഫൈനലിൽ എത്തുന്നു. ഇന്നുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫൈനൽ, മെസ്സിക്ക് വീണ്ടും ഒരു കപ്പ് കിട്ടുമോ, അതായത് ലോകകപ്പ് നിലനിർത്തുന്ന ഒരു അപൂർവത റെക്കോർഡിലേക്ക് മെസ്സി നീങ്ങുമോ എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. അങ്ങനെ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടുകയാണ് അർജന്റീന. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം മെസ്സി കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ കിരീടം നേടി പൂർണ്ണനായി നിൽക്കുന്ന ശേഷം വീണ്ടും വരുന്ന ഒരു ലോകകപ്പാണ്. ലോക കിരീടം നേടിയ മെസ്സി എപ്പോഴും വളരെ സ്വതന്ത്രനായി കളിക്കുന്ന നമ്മൾ ഈ ലോകകപ്പിലുടനീളം കണ്ടിട്ടുണ്ട്. 8 ഗോളുമായി മിന്നിത്തിളങ്ങിയാണ് ലിയോണൽ മെസ്സി. അർജന്റീനയാകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിലും മികച്ച പ്രകടനം നടത്തി. പിന്നീട് നോക്കൌട്ടിൽ അല്പം ഒന്ന് പതരെങ്കിൽ പോലും ഗോൾ തിരിച്ചടിച്ച് വിജയിക്കുക എന്നൊരു തലത്തിലേക്ക് അർജന്റീന മാറിയിരിക്കുന്നു. അങ്ങനെ അർജന്റീനയും ഇംഗ്ലണ്ടും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഒരു സൂപ്പർ പോരാട്ടത്തിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹാരി കെയ്നും ലിയോണൽ മെസ്സിയും നമ്മളൊരു പോരാട്ടം കൂടി. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച 2 താരങ്ങൾ ഏറ്റുമുട്ടുന്നു. മെസ്സി 39ാമത്തെ വയസ്സിലാണ് ഈ അത്ഭുതങ്ങളെല്ലാം കാണിക്കുന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഹാരി കെയ്ൻ ആകട്ടെ ക്ലബ്ബ് തലത്തിൽ ബയൺ മ്യൂണിക്കിനൊപ്പം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തി. ഗോളുകൾ അടിക്കുമ്പോഴും അന്താരാഷ്ട്ര കിരീടം നേടാത്ത എന്ന ഒരു വിമർശനം പലപ്പോഴും ഹാരി കെയ്നെതിരെയും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സെമിയിലെത്തി 1966 ശേഷം വീണ്ടും ഒരു കിരീടം എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇംഗ്ലണ്ട് എത്തുന്നത്. എന്തായാലും ഏറ്റവും ശക്തരായ 2 നിരയുമായിട്ടാണ് 2 ടീമുകളും എത്തുന്നത്. ഇംഗ്ലണ്ട് ഈ ലോകകപ്പിന്റെ യോഗ്യത റൗണ്ടിൽ ഒരു ഗോളും പോലും വഴങ്ങാതെയാണ് ലോകകപ്പിനെത്തിയത്. ലോകകപ്പിലേക്ക് എത്തിയ സമയത്താകട്ടെ ഒരു മത്സരത്തിൽ സമനില നേടിയെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ടേക്ക് മികച്ച പ്രകടനം നടത്തി ഇപ്പോൾ സെമിയിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച നോർവേയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗോളടിക്കാൻ അവർക്ക് ഹാരി കെയ്ൻ മാത്രമല്ല ജൂഡ് ബെല്ലിംഗാം കൂടിയുണ്ട്. അങ്ങനെ 2 താരങ്ങൾ 6 ഗോളടിച്ച് ടോപ്പ് സ്കോർ പട്ടികയിൽ, ഗോൾ സ്കോറിംഗ് പട്ടികയിൽ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകനായിട്ടുള്ള തോമസ് ടുഗലിന്റെ സാന്നിധ്യവും അവർക്ക് വലിയ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. അങ്ങനെ അതും കൂടി പരിഗണിക്കുമ്പോൾ മികച്ചൊരു കളി തന്നെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുണ്ടാകും. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 2022 ലോകകപ്പ് വിജയിച്ച ടീമാണ് അർജന്റീന. ഈ ലോകകപ്പിലേക്ക് വരുമ്പോഴും അത്തരത്തിലൊരു പ്രകടനം തന്നെ അർജന്റീനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അവസാന മത്സരങ്ങൾ, ലോക്കൌട്ട് മത്സരങ്ങളിൽ പതരെങ്കിൽ പോലും മികച്ച പ്രകടനം നടത്തി തിരിച്ചു വന്ന അർജന്റീന ആ ഒരു ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനം നടത്തി വീണ്ടും സെമിയിലേക്ക് എത്തുന്നു. അർജന്റീന പലപ്പോഴും നോക്കൌട്ട് ഘട്ടത്തിൽ പുറത്താകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പലപ്പോഴും കൊണ്ട് ഈജിപ്തിനെതിരെ അവസാന 12 മിനിറ്റിലാണ് 3 ഗോളടക്കം തിരിച്ചടിച്ച് ജയിച്ചത്. അങ്ങനെ ഒരു വിന്നിംഗ് മെന്റാലിറ്റി, അതായത് തിരിച്ചടിച്ച് ജയിക്കാനുള്ള വിന്നിംഗ് മെന്റാലിറ്റി ഇപ്പോൾ നിലവിൽ അർജന്റീനയ്ക്കുണ്ട്. അവിടെ കോച്ച് ലയണൽ സ്കലോണിയാണ്. 2022 ലോകകപ്പ് അവർക്ക് നേരിട്ട് തന്ന ആ പരിശീലകനും കൂടിയാണ്. ആ സ്കലോണിയിലാണ് അർജന്റീനയുടെ എല്ലാ പ്രതീക്ഷകളും. ലയണൽ സ്കലോണി ഒരുക്കുന്ന തന്ത്രത്തിൽ ലിയോണൽ മെസ്സിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ഒരു ഫുട്ബോളിൽ ഇന്നും വിജയിച്ച് മുന്നേറാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ടും അർജന്റീനയും നിരവധി തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 14 തവണ ഇരു ടീമുകൾ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 6 തവണ ഇംഗ്ലണ്ടും 3 തവണ അർജന്റീനയുമാണ് ജയിച്ചിട്ടുള്ളത്. ലോകകപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 5 മത്സരങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ 3ലും ജയിച്ചത് ഇംഗ്ലണ്ടാണ്, 2ൽ ജയിച്ചത് അർജന്റീനയാണ്. പക്ഷേ കണക്കുകൾക്കപ്പുറത്തേക്ക് ഇന്നത്തെ കളിയിൽ ആര് വിജയിക്കുമെന്നുള്ളതാണ്. ആഷിഖ്, തുടരുക. എന്തായാലും നമ്മളുടെ പ്രേക്ഷകരും ഈ ഒരു സമയത്ത് പ്രതികരിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും അലക്സ് നമുക്കൊപ്പം ചേരുകയാണ്. അലക്സിലേക്ക് കൂടി പോകാം. അലക്സ്, എന്തായാലും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്നത്തെ മത്സരത്തിലേക്ക്. സ്പെയിനിനെ നേരിടാൻ ആരാകും? അർജന്റീനയാകുമോ, ഇംഗ്ലണ്ട് ആകുമോ എന്നുള്ളത് അലക്സിന്റെ പ്രതീക്ഷകൾ ഏത് രീതിയിലാണ്? ഇന്നത്തെ മത്സരം ഒരു വളരെ ടൈറ്റ് മത്സരമായിരിക്കും. ഇന്നലെ സ്പെയിൻ ഏകപക്ഷീയമായിട്ട് ഫ്രാൻസിനെ ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു മത്സരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അർജന്റീനയുടെ മിഡ്ഫീൽഡ് കുറെ കൂടെ ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന്റെ സ്പീഡുള്ള അറ്റാക്കേഴ്സ് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അർജന്റീനയുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ് കഴിഞ്ഞ ഈ 3 കളികൾ ജയിപ്പിച്ച് അവരെ ഫൈനൽ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ അർജന്റീനൻ ടീമിന്റെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, പിന്നെ മെസ്സി എന്ന് പറയുന്ന
തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധ്യതയുള്ള ഒരു കളിക്കാരൻ. അയാളുടെ ഒരു സെക്കൻഡ് മതി അയാൾക്ക് കളി മാറ്റിമറിക്കാൻ. എങ്കിലും എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ ഈ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയാൽ അവിടെ അർജന്റീനയ്ക്ക് എമി മാർട്ടിനസിനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറുടെ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ അർജന്റീന കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ജോർഡൻ പിക്ഫോർഡിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. ഞാനൊരു ഇംഗ്ലീഷ് ആരാധകനാണ്. എങ്കിൽ പോലും അർജന്റീന അതുപോലെ തന്നെ ഇംഗ്ലണ്ട് മത്സരം വളരെ ചരിത്രപരമായും പ്രാധാന്യമുള്ളതാണ്. ഫോക്ലാൻഡ് യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ അർജന്റീന കളിക്കാരെ പ്രചോദിപ്പിക്കും. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല. കാര്യം അവര് എല്ലാവരും വളരെ ചെറിയ കളിക്കാരാണ്. നല്ല സ്പീഡ് വിങ്ങേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ മത്സരം വാശിയേറിയതായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അലക്സ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അർജന്റീന നേരിട്ടതെല്ലാം ദുർബലരായിട്ടുള്ള ടീമിനോടാണ് എന്നുള്ള ഒരു വിമർശനം കൂടിയുണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ ടീമാണ്, കരുത്തരാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് അർജന്റീനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും എന്ന് തോന്നുന്നുണ്ടോ ഇന്നത്തെ മത്സരത്തിൽ? അത് വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 2 ലോകകപ്പുകളായിട്ട് അർജന്റീനൻ ടീം ഒരു സ്ക്വാഡ് എന്ന നിലയിൽ ഒത്തണക്കത്തോടെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടീം കോർഡിനേഷൻ മറ്റെല്ലാ ടീമുകളെക്കാളും മികച്ചതാണ്. അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ 3 കളികളിലും ജയിച്ചു പോരാൻ സാധിച്ചത്. പിന്നെ വേൾഡ് കപ്പിന്റെ ഫോർമാറ്റ് 48 ആയതിനു ശേഷം ഫുട്ബോളിൽ ദുർബലർ അതുപോലെ തന്നെ ശക്തർ അങ്ങനെയുള്ള സമവാക്യങ്ങളൊന്നുമില്ല. ആ ദിവസം ആര് നന്നായിട്ട് കളിക്കുന്നു അവർ. ഓക്കെ അലക്സ്, എന്തായാലും അലക്സ് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാകും മത്സരം, അത് പെനാൽറ്റിയിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യമൊക്കെയാണ് എല്ലാവരും ഈ ഒരു സമയത്ത് നോക്കുന്നത്. വീണ്ടും നമുക്ക് ആഷിഖിലേക്ക് തന്നെ പോകാം. ആഷിഖ്, അങ്ങനെയാണ് ആരാധകരൊക്കെ പറയുന്നത്. അലക്സ് ഒരു ഇംഗ്ലണ്ട് ആരാധകനാണ്, പക്ഷേ അർജന്റീനയ്ക്ക് മുൻതൂക്കം എന്നാണ് പറയുന്നത്. സ്ഥിരമായി ഈ മത്സരം കാണുന്ന ആളുകളൊക്കെ പലതരത്തിൽ ഇതിനെ കണക്കുകൂട്ടലിലൂടെയൊക്കെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ അലക്സിനോട് സൂചിപ്പിച്ചതുപോലെ ഈ വിമർശകർ, അർജന്റീനയെ വിമർശിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയുന്നത് ഇതുവരെ ദുർബലരായിട്ടുള്ള ആളുകൾക്കൊപ്പമാണ് കളിച്ചത്. ഇപ്പോഴാണ് ഇനി ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് കരുത്തരായ ഒരു ടീമാണ്, അപ്പോൾ ആകും ശരിക്കും അർജന്റീന വിയർക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുണ്ടോ? നിലവിലെ അർജന്റീനയുടെ ഒരു ടീമിന്റെ ബലം വെച്ച് ഇംഗ്ലണ്ട് എത്രമാത്രം വലിയ വെല്ലുവിളിയാണ്, എതിരാളികളാണ്? സ്വാതി, ഒരു തുല്യരുടെ പോരാട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ നേരത്തെ ആരാധകൻ വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞ പോലെ തന്നെ ഈ 48 ടീമുകളുടെ ഫോർമാറ്റ് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ടീമുകൾ വലിയ ടീമുകൾ എന്നൊന്നില്ല. കാരണം ഇപ്പോൾ നിലവിൽ ഫൈനലിൽ എത്തിയിരിക്കുന്ന സ്പെയിനെ ഗോൾഡ് സമനിൽ തളിച്ചത് കേപ്പ് വെർദെയാണ്. ഒരു കുഞ്ഞൻ രാഷ്ട്രമെന്ന് നമ്മൾ വെച്ച ആ രാഷ്ട്രം നേടിയ ഒരു നേട്ടം നമ്മൾ കണ്ടതാണ്. സ്പെയിനെ അവർ ഗോൾഡ് സമനിലയിൽ തളിച്ചു. പിന്നീട് ഇങ്ങോട്ട് അർജന്റീനയുടെ വിശകലനം നടത്തി കഴിഞ്ഞാലും ആ പ്രേക്ഷകൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പ്രത്യേകിച്ച് ഒരുമിച്ച് കളിക്കുന്ന താരങ്ങളാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അത് 2022 ലോകകപ്പിൽ കളിച്ച അതേ 11 തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആകെ മാറ്റം എന്നുള്ളത് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള നിക്കോളാസ് ഓട്ടോമെന്റിക്ക് പകരം ലിസാൻഡ്രോ മാർട്ടിനസ് കളിക്കുന്നു. ബാക്കി എല്ലാ താരങ്ങളും നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലോക ഫൈനൽ എടുത്തു കഴിഞ്ഞാൽ അതേ ടീം തന്നെയാണ് എത്തുന്നത്. ഡിമെരി ഇല്ലെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ താരങ്ങളും 2022 ലോകകപ്പ് കളിച്ച അതേ ടീം തന്നെയാണ്. അതാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി. ഒത്തിണക്കമുള്ള ഒരു സംഘം എന്നുള്ളതാണ് അർജന്റീനയെ ഈ ലോകകപ്പിലുടനീളം മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. മാത്രമല്ല ലയണൽ സ്കലോണി എന്ന തന്ത്രശാലിയായ പരിശീലനം കൂടി ചേരുമ്പോഴാണ് അർജന്റീന എല്ലാ മത്സരങ്ങളും വിജയിച്ചു പോകുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം തോമസ് ടുഹേൽ വന്നതിന് ശേഷം അവർ നോക്കൌട്ട് മത്സരങ്ങളിൽ വിജയിക്കാൻ കാണിച്ച ഒരു മെന്റാലിറ്റി, പ്രത്യേകിച്ച് കോങ്കോക്കെതിരെ അടക്കം ഒരു ഗോൾ പിറകിൽ നിൽക്കുമ്പോൾ പോലും അവസാന നിമിഷത്തിൽ 2 ഗോൾ വെച്ച് ജയിക്കാൻ കാണിച്ച ഒരു മെന്റാലിറ്റി പലപ്പോഴും ഇംഗ്ലണ്ടിന് ഇല്ലാത്തതാണ്. നോക്കൌട്ട് ഘട്ടത്തിൽ കാലിടുന്ന ഇംഗ്ലണ്ടിനെ ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മെക്സിക്കോക്കെതിരെ 10 പേരുമായി ചുരുങ്ങുമ്പോഴും മെക്സിക്കോയെ തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുന്നുണ്ട്. നോർവേയെ പോലെ ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന ഒരു ടീമിനെ 1-നെതിരെ 2 ഗോളുകളെ തോൽപ്പിക്കാൻ, ഒരു ഗോൾ പിറകിൽ നിന്ന ശേഷം 2 ഗോൾ തിരിച്ചെടുത്ത് തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം എന്ന് പറയുന്നത് നമുക്കൊരു തുല്യരുടെ പോരാട്ടം എന്നതിനെ വിശേഷിപ്പിക്കാം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താതെയാണ് അവർ ലോകകപ്പിനെത്തിയത്. കാരണം തോമസ് ടുഹേൽ അങ്ങനെയാണ്. തുടരുക. മലപ്പുറത്ത് നിന്നും ഒരു ആരാധകൻ, ഫുട്ബോൾ ആരാധകൻ അസ്കർ നമുക്കൊപ്പം ചേരുകയാണ്. അസ്കർ, ഇന്നത്തെ മത്സരം അല്പസമയത്തിനകം 12:30 ആരംഭിക്കും. അപ്പോൾ എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? പ്രത്യേകിച്ചും മലപ്പുറത്ത് നിന്നൊക്കെ വലിയ ഫുട്ബോൾ ആരാധകരുള്ള പ്രദേശം കൂടിയാണ്. താങ്കളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇന്ന് ഇംഗ്ലണ്ട് 2-1 വിജയിക്കും. ഇംഗ്ലണ്ട് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ആധികാരികമായി പറയുന്നത്? ആ 2 ടീമിലും മുൻതൂക്കം ഇംഗ്ലണ്ടിനാണ്. മെസ്സി ഗോൾ അടിക്കുമോ? മെസ്സി ഗോൾ അടിക്കില്ല. ഇംഗ്ലണ്ടിന് വേണ്ടി ആരായിരിക്കും ഗോൾ അടിക്കുക? ഹാരി കെയ്ൻ അടിക്കും ഗോള്. ഓക്കെ, ഇതൊരു പ്രവചനമാണോ? അതെ അതെ അതെ. ഹാരി കെയ്ൻ ഗോൾ അടിക്കും, അതുപോലെ 2-1 ഇംഗ്ലണ്ട് ജയിക്കും എന്നുള്ളതാണ് അസ്കർ പറയുന്നത് അല്ലേ? അതെ അതെ. അസ്കർ ഏത് ടീമിന്റെ ആരാധകനാണ്? ഞാൻ ഫ്രാൻസിന്റെ ആരാധകനായിരുന്നു. ഓ,
അപ്പൊ ഇന്നലത്തെ മത്സരം വിഷമമായോ? ഫ്രാൻസ് പോയപ്പം നല്ല പുറത്തായപ്പോൾ പ്രയാസം ഉണ്ടായിരുന്നു. നല്ലപോലെ വിഷമമുണ്ട്. ഇനിയിപ്പം ഫൈനലിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഹസ്കർ പറയുന്നത് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും എന്നുള്ളതാണല്ലേ? അതെ അതെ അതെ. സ്പെയിനും അതിലാര് ഇംഗ്ലണ്ടും ജയിക്കുമെന്നാണ് തോന്നുന്നത്? അതില് സ്പെയിൻ ജയിക്കും. അതായത് ഈ വേൾഡ് കപ്പ് സ്പെയിൻ തൂക്കും എന്നാണ് ഹസ്കർ പറയുന്നത്. അതെ. ശരി അതെ അതെ. ശരി 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 ഹസ്കർ വലിയ പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ന് ഇംഗ്ലണ്ട് 2 ഗോളിന് ജയിക്കും എന്നുള്ളതാണ്. അതിൽ ഹാരി കെയ്ൻ 1 ഗോൾ നേടുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് സ്പെയിനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ സ്പെയിൻ ജയിക്കും എന്നാണ് പറയുന്നത്. ഹസ്കർ ഒരു ഫ്രാൻസ് ആരാധകനാണ്. അപ്പോൾ എന്തായാലും കണക്കുകൂട്ടലുകളാണ് ഹസ്കർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് ആഷിക്കിലേക്ക് പോകാം. ആഷിക്ക്, അങ്ങനെ ആരാധകരുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്രാൻസ് ആരാധകനാണ് പറയുന്നത് ഇന്ന് ഇംഗ്ലണ്ട് ജയിക്കും എന്നുള്ളത്. അപ്പോൾ ഹസ്കർ പറഞ്ഞതിനെ നമുക്ക് ഈ ഒരു സമയത്ത് ഏത് രീതിയിൽ നോക്കിക്കാണാൻ? പറയുന്നത് ഹാരി കെയ്ൻ ഗോൾ അടിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹാരി കെയ്നെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഈ ഒരു ലോകകപ്പ് എന്ന് പറയുന്നത്. ഒരു ലോകകപ്പ് ഇല്ല, പക്ഷേ മറ്റ് പല ശരി ആഷിക്കിലേക്ക് വരാം. ഇപ്പം മറ്റൊരാൾ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് തന്നെ അഫ്സൽ കൂടി നമുക്കിപ്പം ചേരുകയാണ്. അഫ്സലിലേക്കാണ്. അഫ്സൽ എന്താണ് തോന്നുന്നത്? ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും ഇംഗ്ലണ്ട് 2-1 സ്കോറിന് വിജയിക്കും. 2-1 ജയിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതായത് ഇപ്പൊ ഇതുവരെ അർജന്റീന ഏറ്റുമുട്ടിയതിൽ ശക്തരായിട്ടുള്ള ടീമുകൾ ഇതുവരെ അർജന്റീന ഏറ്റുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് അതായത് അർജന്റീനക്ക് കടുത്ത എതിരാളികൾ തന്നെയാണ് ഇംഗ്ലണ്ട്. അഫ്സൽ ഏത് ടീമിന്റെ ആരാധകനാണ്? ഞാൻ ബ്രസീലിന്റെ ആരാധകനാണ്. ബ്രസീൽ ആരാധകനാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ സ്പെയിനിനെ ഇംഗ്ലണ്ട് നേരിടും. അപ്പോൾ ഫൈനലിൽ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ഫൈനലിൽ കഴിഞ്ഞ യൂറോ കപ്പിന്റെ അതായത് ഒരു തനിയാവർത്തനം പോലെ സ്പെയിന് കപ്പെടുക്കും. ശരി അഫ്സലിന്റെ പ്രവചനവും ഇംഗ്ലണ്ട് ജയിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് കണ്ണൂരിൽ നിന്ന് മനോജ് കൂടിയുണ്ട്. മനോജിലേക്ക് പോകാം. മനോജ് എന്താണ് ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്നറിയാം. മനോജ്, അപ്പോൾ ഇന്ന് ഈ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം സൂപ്പർ പോരാട്ടമാണ് നടക്കുന്നത്. സെമി പോരാട്ടം, അതിൽ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് ഉറപ്പായിട്ട് അർജന്റീന ജയിക്കും. എന്തുകൊണ്ട്? അപ്പോ എന്തുകൊണ്ടെന്ന് വെച്ചാല് എന്തുകൊണ്ടും ഇംഗ്ലണ്ടിനെ വെല്ലാൻ വേണ്ടിയിട്ട് അർജന്റീനയുടെ എക്സ്പീരിയൻസ്, കാരണം മെസ്സി എന്ന ആ ഒരു മാന്ത്രികൻ, ലോക ഫുട്ബോളിന്റെ മിശിക എന്നറിയപ്പെടുന്ന ആ മെസ്സി മാത്രം മതി. കളി കൃത്യമായി നിയന്ത്രിച്ച് സമയത്ത് കൃത്യമായി ഷോട്ട് പായിച്ച്, ഇല്ലെങ്കിൽ തന്റെ കാലിൽ നിന്ന് ബോള് മറ്റ് കളിക്കാരിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനും ലോക ഫുട്ബോളിന്റെ മിശികക്ക് വളരെ ചെറിയ സെക്കൻഡ് മതി. അപ്പോ അങ്ങനെ ഒരു അവസരം തുറന്നു കിട്ടിയാൽ അത് അർജന്റീനയുടെ ഗോളായിട്ട് മാറും. മനോജ് അർജന്റീന ഫാനാണോ? അർജന്റീന ഫാൻ തന്നെയാണ്. പക്ഷെ ഇംഗ്ലണ്ടിനെ എഴുതി തള്ളാനാവില്ല, കാരണം ഹാരി കെയ്നെ പോലുള്ളൊരു കളിക്കാരൻ അവരിലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു തീപ്പാർന്ന പോരാട്ടമായിരിക്കും. ശരി, നമുക്ക് ഇനി കോഴിക്കോട് നിന്നും സുകുമാരൻ ഉണ്ട്. സുകുമാരനിലേക്ക് കൂടി പോകാം. സുകുമാരന്റെ പ്രതീക്ഷ ഏത് രീതിയിലാണ്? ഇന്ന് ആര്, അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ ഇന്ന് ജയിക്കുക? ഇന്ന് അർജന്റീന ജയിക്കുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടല്. സുകുമാരൻ, എല്ലാവരും പറയുന്നത് ഇത്രയും മത്സരങ്ങൾ അർജന്റീന ചെറിയ ടീമുകൾക്ക് ഒപ്പമാണ്, അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള ടീമുകൾക്കൊപ്പമാണ് കളിച്ചത്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പോലെ ഒരു വലിയ ടീമിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അർജന്റീന തോൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കൂടുതൽ ആളുകളും നമ്മളെ വിളിച്ചപ്പോൾ പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അവര് എല്ലാം വളരെ ഫേവറേറ്റ് ആയിരുന്ന ടീമുകളെല്ലാം ഔട്ടായി. അപ്പോ ഇനിയിപ്പോ അർജന്റീനയെ എതിർക്കുക എന്നുള്ളത് അവർക്ക് മാർഗമുള്ളൂ. പക്ഷെ മെസ്സിയെ പോലെ വളരെ ഒരു ജീനിയസ്, മെസ്സി ഒരു ഫുട്ബോൾ പ്ലെയർ അല്ല, ഒരു ഫുട്ബോൾ ജീനിയസ് ആണ്. ആ ഒരു ജീനിയസിന്റെ ഒരൊറ്റ കഴിവ് മാത്രം മതി ഇന്ന് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ അർജന്റീനക്ക്. പ്ലെയർ മേക്കറാണ്, ലോകം കണ്ട ഏറ്റവും നല്ല പ്ലെയർ മേക്കറാണ് മെസ്സി. മെസ്സി ഇന്ന് ഗോൾ അടിക്കുവോ? എന്താ തോന്നുന്നത്? മെസ്സി ഇന്ന് ഒന്നിൽ കൂടുതൽ അടിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഒന്നെങ്കിലും അടിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് അർജന്റീന ജയിച്ചു, ഫൈനലിൽ സ്പെയിനിനെ അർജന്റീന നേരിടുകയാണെങ്കിൽ അർജന്റീന ജയിക്കും എന്നാണോ തോന്നുന്നത്? അതോ ആർക്കായിരിക്കും മുൻതൂക്കം? അർജന്റീനയുടെ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല, അർജന്റീന ജയിക്കും. ഒരു ടോട്ടൽ ഗെയിം എന്നുള്ള നിലയിൽ
ഫുട്ബോളിൽ അർജന്റീനയെ വെല്ലാൻ പറ്റുന്ന ഒരു ടീം ഇന്ന് വേൾഡിലില്ല. ശരി ശരി സുകുമാരൻ, ഇനി ഈ പറവൂരിൽ നിന്നും അൻസാദ് കൂടി ചേരുകയാണ്. അൻസാദിന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? അർജന്റീനയോ ഇംഗ്ലണ്ടോ ഇന്ന്? ഇംഗ്ലണ്ട് ജയിക്കും മാഡം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇംഗ്ലണ്ട് 2-1 ജയിക്കും. കാരണം ഈ അർജന്റീനയുടെ കളിയെല്ലാം ഫൗളാണ്. നമ്മൾ ഇത്രയും കാലം കണ്ട കളിയെല്ലാം ഫൗളായിരുന്നു. ഈ ഫിഫ അർജന്റീനയ്ക്കൊപ്പമാണ് എന്നൊക്കെ ഉള്ള വിമർശനം ഒക്കെ ഉണ്ടല്ലോ. എന്താ അതിന്? തീർച്ചയായിട്ടും ഫിഫ അർജന്റീനക്ക് തന്നെയാണ് ഇപ്പോഴും അർജന്റീനയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ വേൾഡ് കപ്പില് അമേരിക്കയുടെ മേധാവിത്വമാണ് ഇപ്പൊ നടക്കുന്നത്. ശരി കാരണം ആ ശരി കളി നമ്മള് ഈജിപ്തിന്റെ കളി നമ്മൾ കണ്ടതാണ്. ഓക്കെ 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 ഇംഗ്ലണ്ട് ജയിക്കും, അർജന്റീനയ്ക്കെതിരെ വിമർശനമൊക്കെ ഉന്നയിക്കുന്നുമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇനി കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ജോയ്മോൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോയ്മോൻ ഒരു ടർഫിൽ നിന്നുമാണ് ചേരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ ആവേശമായിരിക്കും ഈ മത്സരം കാണാനുള്ളതിന് മുന്നോടിയായിട്ടുള്ള ആഘോഷം, അല്ലെങ്കിൽ ഈ സംവാദം, ഇത് ബെറ്റ് വയ്ക്കലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ്, എത്രമാത്രം ആവേശകരമാണ് ഇന്നത്തെ മത്സരം കാണാൻ? എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് ആളുകൾ? നമുക്ക് ജോയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കുറേ അധികം ആളുകൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ആളുകളുടെയൊക്കെ ആളുകൾ പറഞ്ഞതാകമൊത്തം എന്ന് പറയുന്നത്, കൂടുതൽ ആളുകളും പറയുന്നത് ഇംഗ്ലണ്ടിന് ജയസാധ്യതയുണ്ട്, ഇംഗ്ലണ്ട് മികച്ച ടീമാണ്, അതുകൊണ്ട് തന്നെ മെസ്സിയും കൂട്ടരും ഒക്കെ കുറച്ച് വിയർക്കും എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ നിലവിൽ ഉയരുന്ന ഈ വിവാദമൊക്കെ പറയുന്നുണ്ട്. ഫിഫ അർജന്റീനയ്ക്കൊപ്പമാണ്, അല്ലെങ്കിൽ വിവാദ ഗോളുകളാണ് ഉണ്ടായത്, ഏകപക്ഷീയമായിട്ടുള്ള മത്സരമായിരുന്നു എന്നതൊക്കെ പറയുന്നുണ്ട്. അർജന്റീനൻ ആരാധകർ പറയുന്നത് ഉറപ്പായും ഇന്ന് മെസ്സി ഗോൾ അടിക്കും, മെസ്സിക്കും കൂട്ടർക്കും അതിനുള്ള എല്ലാവിധ കരുത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആരാധകർ പലതരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നു മറ്റ് ടീമുകളുടെ ആരാധകരൊക്കെ ഇപ്പോൾ ഈ ബ്രസീൽ അടക്കം, അല്ലെങ്കിൽ പോർച്ചുഗൽ അടക്കമുള്ള ടീമുകളുടെ ആരാധകരൊക്കെ ഒന്നായി തിരിഞ്ഞ് അർജന്റീനയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം ഏറെ നിർണായകമാണ്. സെമി പോരാട്ടം നടക്കാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്.